എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പോൾ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിഷ്ണു ലാസ്റ്റ് ലോറിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള പണിക്കാർ തന്നെ വന്നിട്ട് ബഹളം വയ്ക്കുന്നു. ആ സമയത്ത് വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പ്രശ്നങ്ങളൊക്കെ ആകുന്നു. അതിനുശേഷം വണ്ടി എടുത്ത് അവർ കോപ്പിലേക്ക് പോകുന്ന സീനാണ് ലാസ്റ്റത്തെ സീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സത്യഭാമയോട് ഓൾറെഡി പിള്ള പറഞ്ഞല്ലോ, ഇങ്ങനെ കുടുംബശ്രീയുടെ കാര്യം പോയി പ്രസിഡന്റ് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സത്യഭാമയും പിള്ളയും കൂടെ അയാളെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ സത്യഭാമ പറയുന്നു, അത് ഈ അരി മുറുക്ക് അങ്ങനെ പെട്ടെന്ന് കേടാകാത്ത സാധനങ്ങൾ ഉണ്ടാക്കാനാണ് താല്പര്യം എന്ന് പറയുന്നു. അപ്പം പ്രസിഡന്റ് പറയുന്നു, അത് ഓൾറെഡി നമ്മുടെ യൂണിറ്റിൽ ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഇനി പുതിയ ഒന്നിനും ഞാൻ അപേക്ഷ എടുക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പിള്ള പറയുന്നു, അങ്ങനെ പറയില്ലേ സാർ, എന്തെങ്കിലും പുതിയൊരാൾക്ക് പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു അവസരം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ പ്രസിഡന്റ് പറയുന്നു, ഇനി അഥവാ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്ന ആൾക്കാരുടെ സമ്മതം വേണം. അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേയ്മെൻറ്റ് പൈസ തരുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പിള്ള പറയുന്നു, അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ സത്യഭാമ ചോദിക്കുന്നു, അത് ആരാണ് സാർ, അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ പ്രസിഡന്റ് പറയുന്നു, അത് നമ്മുടെ ഹോട്ടൽ നടത്തുന്ന ശാരദ ടീച്ചറാണെന്ന് പറയുന്നു. അത് കേട്ടത് നമ്മുടെ സത്യഭാമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സത്യഭാമ ഒരു ഓട്ടോയിൽ ഇങ്ങനെ വിഷ്ണുവിനെ കാണാനെന്ന് തോന്നി, എവിടെ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ലോറിയിൽ നമ്മുടെ വിഷ്ണുവും കൂട്ടുകാരനും ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ ആ ടയറിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ട് ടയർ അഴിച്ചു മാറ്റുകയാണ്. ആ സമയത്താണ് സത്യഭാമ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഓട്ടോയിൽ നിന്നിറങ്ങി സത്യഭാമ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് സത്യഭാമയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടാ കണ്ണീരൊഴുകിയാണ്. എന്ത് ചെയ്യണം, തൻ്റെ മകൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അവരുടെ ഉള്ളിൽ വിഷമമുണ്ട്, എങ്കിലും അവരുടെ ഒരു ക്യാരക്ടർ വെച്ച് അവരതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. അതാണ് ആ സീനിൽ. പിന്നത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ സുസ്മിത നമ്മുടെ ശാലിനിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ശാലിനി ചോദിക്കുന്നു, എന്തിനാ വന്നത്, എൻ്റെ സുഖവിവരം അന്വേഷിക്കാനാണോ അതോ സന്തോഷിക്കാനാണോ എന്ന് ചോദിക്കുന്നു. സുസ്മിത വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ, അവളുടെ സന്തോഷം അറിയിക്കാൻ വേണ്ടി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് എപ്പിസോഡ് പോകുന്നത്. ഇനിയിപ്പം വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കുടുംബശ്രീ ചിലപ്പോൾ ശാരദ ടീച്ചറുടെ കയ്യിൽ നിന്ന് ആ യൂണിറ്റിൻ്റെ ഇത് വാങ്ങാൻ വേണ്ടി സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് കഥകൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.